കരട് വോട്ടർ പട്ടികയിൽ പേരില്ല. കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടാകുന്നത് 6 മാസം സ്ഥിരമായി താമസിച്ചവരുടെ പേരുകൾ മാത്രമാണ്. പിന്നീട് സ്ഥിരമായി താമസിച്ച ആളുകളുടെ പേര് വിട്ടുപോയാലാണ് ഫൈനൽ വോട്ടർ പട്ടികയിൽ സപ്ലിമെന്റ് വോട്ടർ പട്ടികയ്ക്ക് ശേഷം വീണ്ടും വോട്ട് ചേർക്കാനുള്ള ഒരു സാധ്യത അന്നുണ്ടായിരുന്നു. അത് നിയമപരമായിട്ടുണ്ട്. പക്ഷേ ആർക്ക്? സ്ഥിരതാമസമുള്ളവർക്ക് 6 മാസമെങ്കിലും മിനിമം സ്ഥിരതാമസം ഒരു വീട്ടിൽ താമസിച്ചവർക്ക് മാത്രമാണ് കരട് വോട്ടർ പട്ടികയ്ക്ക് ശേഷം പേര് ചേർക്കാൻ വേണ്ടി പറ്റുക. സുരേഷ് ഗോപി 6 മാസം സ്ഥിരമായി ഈ 115 നമ്പർ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ ബൂത്തിൽ ആ വീട്ടിൽ ഹെറിറ്റേജ് ഭാരത് ഹെറിറ്റേജ് എന്ന വീട്ടിൽ അദ്ദേഹം സ്ഥിരമായി 6 മാസം താമസിച്ചിട്ടില്ല. അതിന് മുമ്പ് അദ്ദേഹം തൃശ്ശൂർ താമസിച്ചത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലായിരുന്നു എന്നുള്ളത് ഈ നാട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും അറിയാം, മാധ്യമപ്രവർത്തകന്മാർക്ക് മാത്രമല്ല മുഴുവൻ ആളുകൾക്കും അറിയാം എവിടെയായിരുന്നു താമസിച്ചത്. അപ്പം വ്യാജ സത്യവാങ്മൂലം കൊടുത്തു. വളരെ ഗുരുതരമായ ഒന്നാണ്. ഇന്ത്യൻ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത ഒരാൾ, അതിനു മുമ്പ് രാജ്യസഭാ മെമ്പറായിരുന്ന ഒരാൾ വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് വോട്ട് ചേർത്തി ആ വോട്ട് നമ്പർ വെച്ചിട്ടാണ് പാർലമെൻറ്റിൽ മത്സരിച്ചത്. അതുകൊണ്ട് ഈ വോട്ട് അസാധുവാകുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് അംഗത്വം ഇല്ലാതായി മാറും. പോലീസ് വളരെ സിറ്റി പോലീസ് കമ്മീഷണർ ഈ കാര്യത്തിൽ വളരെ പോസിറ്റീവായാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ടാജറ്റിനോടും മുൻ MLA ശ്രീ അനിൽ അക്കരയും KPC സെക്രട്ടറി CC ശ്രീകുമാറും ഉൾപ്പെടെയുള്ള ഞങ്ങളോട് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇതിനകത്ത് ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടറുടെ കയ്യിൽ നിന്ന് 2024 വോട്ടർ 115 നമ്പർ ബൂത്തിലെ വോട്ടർ പട്ടികയുടെ പകർപ്പ് മേടിക്കും. ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കൊടുത്ത പകർപ്പിൽ ഞാൻ തന്നെ അതിനകത്ത് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. വോട്ടർ പട്ടികയുടെ പകർപ്പ് അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ബൂത്തിൽ നിന്നുള്ള വോട്ടർ പട്ടികയുടെ പകർപ്പ്. അതേപോലെ തന്നെ ശാസ്തമംഗലത്തെ വോട്ടർ പട്ടികയുടെ പകർപ്പും എടുത്ത് അതും അറ്റസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ്. പ്രത്യേകിച്ചും പാർലമെൻറ്റ് മെമ്പറായിരുന്ന ആൾ, നിയമസഭയിൽ 15 വർഷം അംഗമായിരുന്ന ഒരാൾ, നിയമനിർമ്മാണ സഭകളിൽ ആളെന്ന നിലയിലുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിന് കൗണ്ടർ സൈൻ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്.